മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃപ്പൂണിത്തുറ സ്വദേശിയിൽ നിന്നും 1 കോടിയിലേറെ പണം തട്ടിയ കേസിലെ പ്രതികൾ പിടിയിലായി. തൊടുപുഴ സ്വദേശികളായ യാസിനും ആദിലുമാണ് കൊച്ചി പോലീസിന്റെ പിടിയിലായത്. യാസിന്റെ അക്കൗണ്ടിലൂടെ 1 മാസത്തിനുള്ളിൽ നടന്നത് 3 കോടിയിലേറെ രൂപയുടെ പണമിടപാടാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. തൃപ്പൂണിത്തുറ സ്വദേശിയിൽ നിന്ന് 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. തൊടുപുഴ സ്വദേശികളായ യാസിനും ആദിലുമാണ് ഇപ്പോൾ കൊച്ചി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. യാസിന്റെ അക്കൗണ്ടിലൂടെ 1 മാസത്തിനുള്ളിൽ നടന്നത് 3 കോടിയിലേറെ രൂപയുടെ പണമിടപാടാണെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. ഇപ്പോൾ 25 കോടിയുടെ കേസ് ശരിയായ രീതിയിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ മനസ്സിലായത് ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ കൂടെ പൈസ നഷ്ടപ്പെട്ടു എന്നതാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിയമ നടപടികൾ എടുക്കാൻ നോക്കുന്നുണ്ട്. നമുക്ക് അതിനകത്തുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയ കുറേ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതുപോലെ കുറേ സംഭവങ്ങൾ കൂടെ ഉണ്ട് എന്നതാണ്. പക്ഷേ അതിനകത്ത് ബാക്കി എങ്ങനെ പൈസ എല്ലാം അങ്ങോട്ട് വന്നു എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ആവശ്യമുണ്ട്. സാധാരണ നമ്മൾ വിദേശത്ത് നിന്ന് എന്തെങ്കിലും ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമലായിട്ടുള്ളൊരു ചാനൽസ് ഉണ്ട്. ആ ചാനൽസ് വഴി നമുക്ക് ആ ഡേറ്റ എടുക്കാനുള്ളൊരു ശ്രമം നടത്തും. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, 3 കോടിയിലേറെ രൂപയാണ് 1 മാസം യാസിന്റെ അക്കൗണ്ടിലൂടെ കടന്നുപോയിരിക്കുന്നത്, അല്ലെങ്കിൽ പണമിടപാടാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. ഇനിയും നിരവധി ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പണം തട്ടിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഈ അടുത്ത കാലങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ യാസിനും ആദിലും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ തൃപ്പൂണിത്തുറ സ്വദേശിയിൽ നിന്നും 1 കോടി 8 ലക്ഷം രൂപ തട്ടിയെടുത്ത ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈ 2 പേരും പിടിയിലായിരിക്കുന്നത്. 2 പേരും തൊടുപുഴ സ്വദേശികളാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് തന്നെ സൈബർ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് ഈ ഒരു അന്വേഷണത്തിലാണ് ഇത്രയും പൈസ എത്തിയിരിക്കുന്നത് തൊടുപുഴയുള്ള അല്ലെങ്കിൽ ഈ 2 അക്കൗണ്ടുകളിലേക്കാണ്. യാസിന്റെയും ആദിലിന്റെയും അക്കൗണ്ടുകളിലേക്കാണ് കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. 1 മാസം കൊണ്ട് 3 കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് ഈ യാസിന്റെ അക്കൗണ്ട് വഴി നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലായി നടക്കുന്ന തട്ടിപ്പിൽ നിന്ന് ലഭിക്കുന്ന പണം ഏകീകരിച്ച് ഒരു അക്കൗണ്ടിൽ എത്തിക്കുന്ന ഒരു രീതിയാണ് ഇവരിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഇനിയും ഒരുപാട് പേർ വലിയ നിര തന്നെ പിടിയിലാവാനുണ്ട് എന്നുള്ളൊരു സംശയം പോലീസിന് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് 2 പേർക്കും ഈ പ്രധാനികളുമായി നേരിട്ടൊരു ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അന്വേഷണം പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. എന്തായാലും പണം തട്ടിയെടുത്തത് ട്രേഡിംഗ് ആപ്പ് വഴിയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട വിവിധ ഇടങ്ങളിൽ നടക്കുന്ന ഈ പണമെല്ലാം സ്വരൂപിച്ച് ഏകീകരിച്ച് ഒരാളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന ഒരു രീതി കണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ അന്വേഷണം ഇനി ഈ ഒരു കേസിലുണ്ടാവും. നിലവിൽ 2 പേരും നിലവിലുള്ളത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലാണ്. അതോടൊപ്പം തന്നെ പോലീസ് സംശയിക്കുന്ന മറ്റൊരു കാര്യം, വിദേശത്ത് ഈ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്കും പണം എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയമെല്ലാം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇരുവരുടെയും അക്കൗണ്ടുകൾ മ്യൂൾ അക്കൗണ്ട് ആണോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അതായത് ഇത്തരത്തിൽ തട്ടിപ്പുകളെല്ലാം നടത്തുന്നവർക്ക് കുറച്ച് പൈസയ്ക്ക് അക്കൗണ്ട് എടുത്തു കൊടുക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മ്യൂൾ അക്കൗണ്ടുകളാണോ ഇരുവരും ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു സംശയം കൂടി പോലീസിനുണ്ട്. അപ്പോൾ അക്കാര്യത്തിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകും. എന്തായാലും ഇരുവരും ഇപ്പോൾ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇവിടെ ആവശ്യമാണ്. കാരണം എത്രത്തോളം പണം തട്ടിയെടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആരിലൊക്കെ നിന്നാണ്
നിന്നാണ് ഇങ്ങനെ പണം തട്ടിയെടുത്തിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണറും നേരത്തെ അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ഒരുപാടധികം ആളുകളിൽ നിന്ന് ഇങ്ങനെ പണം നഷ്ടപ്പെട്ടതായി പരാതികൾ വന്നിട്ടുണ്ട്. നിരവധി തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം അല്ലെങ്കിൽ അത്തരം വിവരങ്ങളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. അന്വേഷണത്തിലൂടെ അത് മനസ്സിലായിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലുകളും എല്ലാം നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിനുള്ള ഒരു സാധ്യതയും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ദീപ്തി, ശരി വിജിത, ഈ ഒരു മാസത്തിനിടയിൽ അക്കൗണ്ടിലൂടെ 3 കോടിയിലേറെ രൂപയുടെ പണമിടപാട് നടന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം നടന്ന സമയത്താണോ ഇത്തരത്തിലൊരു സംശയം തോന്നി നടത്തിയ ഒരു അന്വേഷണമാണോ ഇത്തരത്തിൽ ഈ ഒരു പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 1,08,00,000 രൂപ തട്ടിയെടുത്തു എന്ന് തട്ടിപ്പിലൂടെ സ്വന്തമാക്കി എന്ന് പറഞ്ഞ തൃപ്പൂണിത്തറ സ്വദേശി അല്ലെങ്കിൽ തൃപ്പൂണിത്തറ സ്വദേശിയിൽ നിന്നും ഇത്രയും പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു കേസ് വന്ന സമയത്ത് തന്നെ സൈബർ പോലീസാണ്, കൊച്ചി സൈബർ പോലീസാണ് ഈ ഒരു കേസിൽ അന്വേഷണം നടത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയും പൈസ ഈ 2 യാസിന്റെയും മാദിലിന്റെയും അക്കൗണ്ടിലേക്കാണ് പോയത് എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇരുവരും പിടിയിലായിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളും പുറത്തു വരുന്നത്. 3 കോടിയിലേറെ രൂപ യാസിൻ ഒരു മാസം കൊണ്ട് ഇത്രയും പൈസയുടെ ഇടപാടുകളെല്ലാം നടന്നിരിക്കുന്നു എന്ന് തുടങ്ങിയ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരികയുണ്ടായി. എന്തായാലും ഇനി കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ 2 പേരും ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലാണ്. കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ഇനി ചോദ്യം ചെയ്യലുകളിലൂടെയാണ് പുറത്തു വരിക. ശരി വിജിത, തൃപ്പൂണിത്തുറ സ്വദേശിയിൽ നിന്ന് 1 കോടിയിലേറെ പണം തട്ടിയ കേസിലെ പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. തൊടുപുഴ സ്വദേശികളായ യാസിനും മാദിലുമാണ് കൊച്ചി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. യാസിന്റെ അക്കൗണ്ടിലൂടെ 1 മാസത്തിനുള്ളിൽ നടന്നത് 3 കോടിയിലേറെ രൂപയുടെ പണമിടപാടാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.